ഇന്നൽ ഹംദലില്ലാഹ് സല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറ അൽ മുഅ്മിനൂൻ 102 103 104 വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. നന്മയും തന്മയും തൂക്കി കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവതരിച്ച ആയത്താണ് നോക്കൂ നിങ്ങൾ. അപ്പോൾ യാതൊരുവന്റെ തുലാസ്, അതായത് അവന്റെ തൂക്കം തക്കുലത്ത്, അത് ഖനം കൂടിയോ, ആരുടെ നന്മയുടെ തുലാസ് ആരുടേത് ഖനം കൂടിയോ, അപ്പോൾ അക്കൂട്ടർ മുഫ്ലിഹൂൻ, അവർ വിജയികളായിരിക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, ആരുടെ തട്ട് ആ തുലാസ് ഖനം തൂങ്ങിയോ എന്ന് പറഞ്ഞാൽ നന്മയുടെ തുലാസ് ആരുടേത് ഖനം തൂങ്ങിയോ അവർ വിജയികളായിരിക്കുകയാണ്. അതിന് നേരെ എതിര് പറയുകയാണ്, വമൻ ഖഫത്ത്, ആരുടേത് ഖനം കുറഞ്ഞുവോ, മവാസീനുഹു, അവരുടെ തൂക്കം ആരുടേത് ദുർബലമായോ ലഘുവായോ അല്ലെങ്കിൽ ഖനം കുറഞ്ഞുവോ, ഫഉലൈക, അപ്പോൾ അക്കൂട്ടർ അല്ലദീന ഖസറു അൻഫുസഹും, സ്വദേഹങ്ങളെ നഷ്ടപ്പെടുത്തിയവരാണവർ, സ്വന്തം ദേഹങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നരകാവകാശികളായി മാറിയവരാണവർ എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. ആരുടെ തുലാസിന്റെ ആ നന്മയുടെ തട്ട് ഖനം കുറഞ്ഞുവോ അല്ലെങ്കിൽ ലഘുവായോ അവർ പരാജിതരായിരിക്കുകയാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. നന്മയും തിന്മയും തൂക്കും എന്നാണ് അല്ലാഹു പറയുന്നത്. അത് ഒരു ഹക്കായ കാര്യമാണ്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസ അനുഷ്ഠാനങ്ങളിൽ പെട്ടതാണ്. ഈ ജഹന്നമ ഖാലിദൂൻ, ആ കനം തുടങ്ങിയ ആ നന്മയുടെ തട്ട് കനം കുറഞ്ഞവർ അവരുടെ അവസ്ഥയാണെന്ന് പറയുന്നത്. ഈ ജഹന്നമ എന്ന നരകത്തിൽ ഖാലിദൂൻ, അവർ ശാശ്വതവാസികളായി മാറുമെന്നാണ് അല്ലാഹു പറയുന്നത്. അതിനുശേഷം അല്ലാഹു പറയുന്ന ആ നരകത്തിൽ അവരുടെ അവസ്ഥ എന്താണ്? തൽഫഹു വുജൂഹും, അവരുടെ മുഖങ്ങൾ കത്തിയിരുന്നതാണ്. ആ നരകത്തിൽ വെച്ചുകൊണ്ട്, ആ ജഹന്നമ എന്ന നരകത്തിൽ വെച്ചുകൊണ്ട്, ആ ജഹന്നമ നരകം അവരുടെ മുഖങ്ങളെ കത്തിക്കരിക്കുന്നതാണ്. അന്നാറുത്തി, ഈ അവരുടെ മുഖങ്ങളെ കത്തിക്കരിക്കുന്നതാണ് എന്ന് പറയുന്നത്. കാരണം ഒരു ഭയാനകമായ അവസ്ഥയാണ് അവർക്ക് വരുന്നത്. വഹും, അവർ ഫീഹാ, അതിൽ ആ നരകത്തിൽ ഖാലിഹൂൻ, അവർ എളിഭ്യരായിക്കൊണ്ട് പല്ലളിക്കുന്നവരായിരിക്കും, എളിഭ്യരായി നിൽക്കുമെന്നാണ് അല്ലാഹു പറയുന്നത്. വളരെയധികം അങ്ങേയറ്റം പല്ലളിച്ചുകൊണ്ട് അവർ എളിഭ്യരായി നിൽക്കും ആ നരകത്തിൽ നിന്ന്. അവരെ പറ്റി അല്ലാഹു പറയുകയാണ്, അവരുടെ അവസ്ഥ അല്ലാഹു അലം, അത് കണ്ടു തന്നെ അറിയണം. ആ അവസ്ഥ, ഇങ്ങനെയുള്ള കഠോരമായ അവസ്ഥകൾ അവർക്ക് മുമ്പിലുണ്ട്. അതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അവസ്ഥകൾ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.